ഡാൻസർ സീരീസിൻ്റെ 6ാം ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡാൻസർ എങ്ങനെ അബ്സ്ട്രാക്ട് പാറ്റേണിൽ വാട്ടർ കളർ ചെയ്യാൻ പറ്റും എന്നാണ് കാണിച്ചു തരുന്നത്. അതിനാദ്യം ഞാൻ സ്കെച്ചിന് ശേഷം പേപ്പറിൻ്റെ ഇടത് ഭാഗത്തൊന്ന് ശരിയായിട്ട് നനയ്ക്കുകയാണ്. വെള്ളം ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണ്. ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് നനയ്ക്കുന്നത്. അത് ആ ഭാഗം ഇടതുവശം മാത്രം ആദ്യം ഒന്ന് നനയ്ക്കണം, കാരണം അവിടെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനകത്തേക്ക് യെല്ലോ ഓക്കർ കുറച്ച് ഡെൻസിറ്റി കൂട്ടിയിട്ട് ഒരു ബ്രഷിൽ പ്രത്യേക രീതിയിൽ ചലിപ്പിച്ച് ചില ഫോംസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും വേണമെന്നില്ല, നമ്മുടെ മനസ്സിനിണങ്ങിയ രീതിയിലുള്ള ഒരു സ്ട്രോക്സ് ഉണ്ടാക്കിയെടുക്കുക. ഇടയ്ക്കൊന്ന് ബ്രഷ് കൊണ്ട് കളർ വലിച്ചെടുക്കണം. അത് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പെർമനൻറ്റ് ബ്ലാക്ക് എടുത്തിട്ട് ഇതിനോട് ചേർത്ത് വെക്കണം, ഈ യെല്ലോനോട് ചേർത്ത് വെക്കണം. അതും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബ്രഷ് ചലിക്കുന്ന രീതിയിൽ വന്നാൽ മതി. അതിൻ്റെ ഇടയിലേക്ക് വീണ്ടും യെല്ലോ ഓക്കർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ യെല്ലോ ഓക്കറും ബ്ലാക്കും കൊണ്ട് അവിടെ ഒരു പ്രത്യേക പാറ്റേണിൽ, അത് കൃത്യമായിട്ട് നിയതമായിട്ട് സ്റ്റൈലൊന്നും വേണമെന്നില്ല, പക്ഷെ ഞാനിവിടെ ചെയ്യണത് ഒരു മ്യൂസിക്കിൻ്റെ ഒരു സ്റ്റൈൽ പറയുന്ന രീതിയിലാണ് ഒരു ചെറിയ സ്ട്രോക്ക് കൊടുത്തേക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ ഈ ഡാൻസറിൻ്റെ മുഖം ഡിഫൈൻ ചെയ്ത് മാറ്റി തെളിച്ചെടുക്കണം. ഡാൻസറിൻ്റെ ഡ്രസ്സിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ കയറാത്ത രീതിയിൽ തിരിച്ചെടുക്കണം. ഈ കുറച്ച് ക്രിംസൺ റെഡും ബേൺസ്റ്റൈനും കൂടി ചേർത്തിട്ട് താഴ്ഭാഗത്ത് മാത്രം ചെറുതായി വാഷ് ചെയ്യുക. അതിനൊപ്പം ബ്ലാക്കും ചേർക്കണം. ഇത് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കിലാണ് ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെയ്യുന്നത്. യെല്ലോ ഓക്കറും ബ്ലാക്കും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ ബേൺസ്റ്റൈനും കൂടി ചേർത്ത് ഒരു ട്രൈക്ലർ ഫീൽ അവിടെ ഉണ്ടായി വേണം. ലൈനർ ബ്രഷ് വെച്ചിട്ട് ചില ലൈൻസ് കൊടുക്കും, ലൈനർ ബ്രഷ് വെച്ചിട്ട്. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ, നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച് അതുപോലെ മ്യൂസിക്കിൻ്റെ സിമ്പൽ വരത്തക്ക രീതിയിൽ, അതായത് ഇത് ഈ ഡാൻസ് ആണെങ്കിൽ ഡാൻസും സംഗീതവും കൂടി മിക്സ്ഡ് ആണ് എന്നുള്ള രീതിയിൽ മ്യൂസിക്കിൻ്റെ സിമ്പൽ, എക്സാക്ട് സിമ്പിൾസ് അല്ല വേണ്ടത്, അതിൻ്റെ ഒരു ധ്വനി വരത്തക്ക രീതിയിൽ ചില ലൈൻസും സ്ട്രോക്സും കൊടുക്കുകയാണ്. അതിനൊരു ആകർഷണീയത കൂടുതലുണ്ടാവും. ഇപ്പോൾ സംഗീതത്തിൽ അധിഷ്ഠിതമായ ഒരു ഡാൻസറെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഈ ഡാൻസറുടെ മുഖത്ത് ചെയ്യാം. അതിന് ഞാൻ ക്രിംസൺ റെഡും യെല്ലോ ഓക്കറും കൂടി ലൈറ്റായിട്ട് എടുത്തിട്ട്, ലൈറ്റായിട്ട് ചെയ്യുന്നില്ല, ലൈറ്റ് വീണ ഭാഗത്ത് മാത്രം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം വളരെ സോഫ്റ്റായിട്ട് വെള്ളം കൂട്ടി, അതായത് ഒരു 30% കളറും 70% വെള്ളം എന്ന ഇക്വേഷനിൽ ക്രിംസൺ റെഡും യെല്ലോ ഓക്കറും കൂടി ചേർത്ത് ചെയ്യണം. അതിലുപയോഗിക്കുന്ന ബ്രഷ് നമ്പർ 3 ആണ്. നമ്പർ 3 റൗണ്ട് സിന്തറ്റിക് ബ്രഷാണ്, ക്യാമൽ ബ്രഷാണ്. അത് മുഖം മുഴുവനും നമുക്ക് ഈ ഒരു കോൺട്രാസ്റ്റിൽ, അതായത് ക്രിംസൺ റെഡും യെല്ലോ ഓക്കറും, ഞാൻ ബേൺസ്റ്റൈൻ ചേർക്കണമില്ല. ഇത് പേപ്പർ 440 GSM ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. അതിൽ ഇന്ത്യൻ വാട്ടർ കളറായ ക്യാമൽ കൊണ്ടാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ബ്രഷും ക്യാമലിൻ്റെ ബ്രഷ് തന്നെ. കുറച്ച് ബേൺസ്റ്റൈൻ ഈ മിക്സറിൽ ചേർക്കണം, അതായത് ഈ ക്രിംസൺ റെഡിൻ്റെ യെല്ലോ ഓക്കർ പ്ലസ് ബേൺസ്റ്റൈൻ ചേർത്തിട്ട് കുറച്ചും കൂടി ഡാർക്ക് ടോൺ കൊടുക്കണം മുഖത്ത്. ക്രിംസൺ റെഡ്, യെല്ലോ ഓക്കർ, ബേൺസ്റ്റൈൻ.
ആ ബേൺസിന് കുറച്ചും കൂടി ഡെൻസിറ്റി കൂട്ടിയിട്ട് പിൻകഴുത്തിൻ്റെ ഭാഗം ചെയ്യാം. ബേൺസിയന, ക്രിംസൺ റെഡ്, യെല്ലോ ഓക്കർ. അതേ കോമ്പിനേഷൻ തന്നെ നമുക്ക് കൈക്കും കൊടുക്കാം. ബേൺസിയന, ക്രിംസൺ റെഡ്, യെല്ലോ ഓക്കർ. അപ്പോൾ ഈ കൈയിൻ്റെ ഒരു ഭാഗം ലൈറ്റ് വീഴുന്നുണ്ട്, ആ ഭാഗം ഒഴിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ആദ്യം വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ, അതായത് ലൈറ്റായിട്ട് വേണം ചെയ്യാൻ, വെള്ളം കൂട്ടി ചെയ്യണം. അതിനുശേഷം ഡാർക്ക്നെസ് കൂട്ടിയാൽ മതി. അതാണ്. യെല്ലോ ഓക്കർ, ക്രിംസൺ റെഡ്, ബേൺസിയന. കാൽപാദത്തിലും സെയിം കോമ്പിനേഷൻ തന്നെ. യെല്ലോ ഓക്കർ, ബേൺസിയന, ക്രിംസൺ റെഡ്. പക്ഷേ പാദത്തിൽ ഒരു ലൈറ്റ് വന്ന് വീഴുന്ന ഒരു വലിയ ഭാഗമുണ്ട്, ആ ഭാഗം കൃത്യമായിട്ട് ഒഴിച്ചു മാറ്റണം. ഇനി ഡ്രസ്സിന് കൊടുക്കാം. ഡ്രസ്സിന് നമുക്ക് മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ യെല്ലോ ഓക്കർ ഉണ്ട്. യെല്ലോ ഓക്കറിൻ്റെ കൂടെ കുറച്ച് പ്രഷ്യൻ ബ്ലൂ ചേർക്കണം. എന്നിട്ട് വേണം മോഹിനിയാട്ടത്തിൻ്റെ കോസ്റ്റ്യൂംസ് ചേർക്കാനായിട്ട്. യെല്ലോ ഓക്കർ, പ്രഷ്യൻ ബ്ലൂ. ഡ്രസ്സ് മുഴുവനും ആ ഒരു ഇക്വേഷനാണ്. യെല്ലോ ഓക്കർ, പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഇക്വേഷൻ കൂട്ടി കുറച്ചും എടുത്താൽ ഡാർക്ക് ലൈറ്റ് ടോൺ കിട്ടും. ഇതാണ്. ഡെൻസിറ്റി കൂടിപ്പോയതിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഒപ്പി എടുത്ത് മാറ്റിയാൽ മതി. യെല്ലോ ഓക്കർ, പ്രഷ്യൻ ബ്ലൂ. ബ്ലൂ അല്ലാതെ കൂടിപ്പോയതിൽ ഡാർക്കായി പോകും. അതുകൊണ്ട് യെല്ലോ ഓക്കറിൻ്റെ ആണ് പെർസെൻറ്റേജ് കൂടുതൽ വേണ്ടത്. അതിനും ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഇടതുവശത്ത് ലൈറ്റ് വീഴും, ആ ഭാഗത്ത് കളർ വരരുത്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഈ കുറച്ച് പെയിൻറ്റ് സ്ക്രീൻ എടുത്തിട്ട് ചെറിയ സ്ട്രോക്സ് കൊടുക്കണം, ഡാർക്ക് ടോൺ വരുത്താനായിട്ടാണ്. ഈ സെയിം ഇക്വേഷൻ യെല്ലോ ഓക്കർ, പ്രഷ്യൻ ബ്ലൂ, അതിന് കൂടെ കുറച്ച് പെയിൻറ്റ് സ്ക്രീൻ ചേർത്തിട്ട് ഒന്ന് ഡാർക്കൺ ചെയ്യണം. ഈ ഡ്രസ്സിൻ്റെ ചുളിവൊക്കെ വരാനായിട്ടാണ്. അതിൽ കുറച്ച് ബേൺ സേനും കൂടി ചേർക്കണം. എക്സസ് കളർ തുടച്ച് മാറ്റണം. ഇപ്പൊ നമ്മൾ ബേൺ ചെയ്യുന്ന യെല്ലോ ഓക്കർ, പ്രഷ്യൻ ബ്ലൂ, ഈ കളർ വെച്ചിട്ടാണ് കോസ്റ്റ്യൂം ചെയ്തത്. ബേൺ സേന എടുത്തിട്ട് കൈയുടെ ഭാഗം ഒന്നും കൂടി തെളിച്ചു കൊടുക്കണം, ഡ്രസ്സിൻ്റെ ഭാഗം. വീണ്ടും ചില സ്ട്രോക്സ് കൊണ്ട് അബ്സ്ട്രാക്റ്റിൻ്റെ ഒരു ഭംഗി വരുത്തണം. ഇനി നമുക്ക് ഈ കസവിൻ്റെ ഭാഗമാണ്. ആ കസവിൻ്റെ ഭാഗം നമ്മൾ യെല്ലോ ഓക്കറിൻ്റെ കൂടെ കുറച്ച് ബേൺ ചെയ്യുന്ന, അതിൻ്റെ കൂടെ കുറച്ച് പെയിൻ സ്ക്രീൻ, അത് ഡെൻസിറ്റി കൂട്ടി കുറച്ചും ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്ലിറ്ററിങ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും.
ബേൺ സിയന, യെല്ലോ ഓക്കർ, പെയിൻസ് ഗ്രേ. കസവ് എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഈ കളറിൽ ചെയ്യാം, ഈ കോമ്പിനേഷൻ തന്നെ. യെല്ലോ ഓക്കർ, ബേൺ സിയന, പെയിൻസ് ഗ്രേ. കസവിൻ്റെ സ്ട്രോക്സ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെല്ലോ ഓക്കർ, ബേൺ സിയന, പെയിൻസ് ഗ്രേ. ഇത് മനസ്സിലൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ അബ്സ്ട്രാക്ട് പാറ്റേണിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ മോഹിനിയാട്ടത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കുറച്ച് ഒരു വെയ്ഗായിരിക്കും. അതിനാണ് ഇതിൻ്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. അത് ആർട്ടിസ്റ്റിൻ്റെ മനോധർമ്മം അനുസരിച്ച് കൂട്ടിയും കുറച്ചും മാറ്റം വരുത്താം. ഇനി ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൂടി കളർ കൊടുക്കാം. റൈറ്റ് സൈഡിൽ നമ്മൾ കളർ കൊടുത്തിട്ടില്ല. അവിടെ നമുക്ക് യെല്ലോ ഓക്കർ കൊണ്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്യണം. യെല്ലോ ഓക്കർ അതിനകത്തേക്ക് കുറച്ച് ക്രിംസൺ റെഡ് ചേർക്കണം. യെല്ലോ ഓക്കർ, ക്രിംസൺ റെഡ്. വീണ്ടും ബേൺ സിയന ചേർക്കുമ്പോൾ ആ കോസ്റ്റ്യൂമായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം പേരിൽ താഴേക്ക് എത്താൻ നേരത്ത് റൈറ്റ് സൈഡിൽ കുറച്ച് ഡാർക്ക് ടോൺ, അതിന് ബേൺ സിയന, പെയിൻസ് ഗ്രേ കൊണ്ട് ചേർത്തിട്ട് കൊടുക്കണം. ആ ഭാഗത്ത് ഈ പോർഷൻ ശരിക്ക് ഡിഫൈൻ ചെയ്ത് വരണം. മോഹിനിയാട്ടത്തിൻ്റെ ഫിഗർ ഡിഫൈൻ ചെയ്ത് വരണം. വീണ്ടും യെല്ലോ ഓക്കർ, അതുപോലെ പെയിൻസ് ഗ്രേ കൊണ്ടാണ് താഴെ നമ്മൾ ചെയ്യുന്നത്. പെയിൻസ് ഗ്രേ, യെല്ലോ ഓക്കർ. ഇനി ബേൺസിന് മാത്രം എടുത്തിട്ട് ആ കാൽഭാഗത്തിന് താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിട്ട് ലെഫ്റ്റ് സൈഡിൽ ചെയ്യണം. പെയിൻസ് ഗ്രേ, ബേൺ സിയന. ഈ നെറ്റിക്കുള്ള ഒരു മാർക്ക് ചുറ്റിയുള്ള ആ ഒരു ഡെക്കറേഷൻ ഉണ്ട്. ആ ഡെക്കറേഷൻ ഗോൾഡ് കളർ തന്നെ ചെയ്യണം. ഗോൾഡ് നമുക്ക് കുറച്ച് പെയിൻസ് ഗ്രേ, ബേൺ സിയന എടുത്തിട്ട് ആ മുടിയുടെയും മുഖത്തിൻ്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യണം. ഇനി മുടി വരയ്ക്കാനായിട്ട് പെയിൻസ് ഗ്രേയുടെ കൂടെ കുറച്ച് ബേൺ സിയന ചേർത്ത് മുടി വരയ്ക്കുകയാണ്. പെയിൻസ് ഗ്രേ, ബേൺ സിയന. മുല്ലപ്പൂവിൻ്റെ ഭാഗം ഒഴിച്ചു വെക്കുകയാണ്. മുടി കഴുത്ത് ബാക്ക് നെക്കിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ടാണ് ഈ മുടി കെട്ടുന്നത്. അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് ആ ഭാഗം ചെയ്ത് കൊടുക്കണം. മുല്ലപ്പൂ തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു ബേൺ സിയനയുടെ ഒരു വാഷ് കൊടുക്കാം. ഇനി കൈയിൻ്റെ ഭാഗം കുറച്ചും കൂടി ഡാർക്ക് ചെയ്യണം. അതിന് ഞാൻ ബേൺ സിയനയുടെ കൂടെ ക്രിംസൺ റെഡ് ചേർക്കുകയാണ്. ബേൺ സിയന, ക്രിംസൺ റെഡ് ഡാർക്കും ചെയ്യാനായിട്ടാണ്. അതുപോലെ മുഖത്തും ഇത്തിരി ഡാർക്കും ചെയ്യണം. അതിന് ബേൺ സിയന, ക്രിംസൺ റെഡാണ്. ഇത് സ്കെച്ച് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കുന്ന കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള കളറ് മാറ്റി മറിച്ച് കാരണം അബ്സ്ട്രാക്ട് പാറ്റേൺ ആണ്. വേണ്ട കളർ നമുക്ക് മാറ്റി മറിച്ചും ചെയ്യാം. സ്കെച്ച് പെർഫെക്റ്റ് ആക്കിയാൽ മാത്രം മതി.
ചിരങ്ങയുടെ ആ മണികൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം പെയിൻറ്റ്സ് ഗ്രേയും ബേൺ സീനും ചേർക്കണം. പെയിൻറ്റ്സ് ഗ്രേ ബേൺ സീന ചിരങ്ങളുടെ മണി ഒഴിച്ച് കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കാൽപാദം തിരിച്ചെടുക്കണം, അതുപോലെ വിരലുകളും. ഒരു ബോർഡർ കൊടുക്കാനായിട്ട് വെർമിലിൻ റെഡ് എടുത്തിട്ട് ഈ കസവിൻ്റെ എല്ലാം ഒരു ബോർഡർ കൊടുക്കണം. അപ്പോൾ അതൊന്ന് ഗ്ലിറ്റർ ചെയ്യും. കസവ് എവിടെയൊക്കെ വരുന്നുണ്ട് അവിടെയെല്ലാം വെർമിലിൻ റെഡ് കൊണ്ട് ഒരു ബോർഡർ കൊടുക്കണം. അപ്പോൾ തന്നെ കസവ് ശരിക്കും പ്രൊജക്റ്റ് ചെയ്യും. ഈ വെർമിലിൻ റെഡ് മാത്രം എടുത്തിട്ട് കാൽപാദത്തിന് താഴ്ഭാഗത്ത് കുങ്കുമം ഒരു പൂശം. കാൽപാദത്തിന് താഴത്ത്, അതുപോലെ ഫിംഗറിന് വിരലുകൾക്കെല്ലാം ഈ വെർമിലിൻ റെഡ് കൊടുക്കണം. കുങ്കുമം പൂശിയ ഒരു ഫീലാണ്. ആ റെഡ് തന്നെ നേരെ താഴേക്ക് ഒരു റിഫ്ലക്ഷൻ മാതിരി വെർമിലിൻ റെഡും അതിൻ്റെ കൂടെ കുറച്ച് ക്രിംസൺ കൂടി ചേർത്തിട്ട് താഴേക്ക് റിഫ്ലക്ഷൻ പോലെ കൊടുക്കണം. എന്നിട്ട് മുകളിൽ എന്ത് കളറാണ് ആ കളറിന് താഴത്തേക്ക് ഡെൻസിറ്റി കൂട്ടി റിഫ്ലക്ഷൻ പോലെ കൊടുക്കുക. ഇനി മുഖം ഒന്നും കൂടി ഡാർക്കൻ ചെയ്യണം. അതിനെ ഷേപ്പെല്ലാം കൃത്യമായിട്ട് എടുത്തിട്ട് ചുണ്ടിലെ റെഡ് കൊടുക്കാം, വെർമിലിൻ റെഡിൽ. അതുപോലെ കവിളിനുമെല്ലാം ക്രിംസൺ റെഡും യെല്ലോ ഓക്കറും ചേർത്തിട്ട് ഒന്നും കൂടി ഡാർക്കൻ ചെയ്യണം. ഈ വെർമിലിൻ റെഡ് കൊണ്ട് ചില സ്പോട്ടുകൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബാക്ക്ഗ്രൗണ്ടിൽ തെളിച്ചു കൊടുക്കാം. ചില റെഡ് സ്പോട്ടുകൾ അട്രാക്ഷൻ അങ്ങോട്ട് മാറി കിട്ടും. അതിനാണ് മൊത്തം കളർ ബാലൻസിങ്ങും ഉണ്ടാകും. നമുക്ക് കണ്ണ് വരയ്ക്കാം. കാരണം ബേൺ സീനിൽ കുറച്ച് പെയിൻറ്റ്സ് ചേർത്തിട്ട് പുരികം അത് നീട്ടി വളച്ച് വരയ്ക്കുകയാണ്. അതിനുശേഷം താഴേക്ക് കൂമ്പ് നിൽക്കേണ്ട കണ്ണുകൾ, ആ കണ്ണുകൾ സ്കെച്ച് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ട് അവിടെ ബേൺ ചെയ്യുന്ന പെയിൻറ്റ്സ് സ്ക്രീൻ അതൊക്കെ തെളിച്ച് ഷാർപ്പാക്കി എടുക്കണം. ബേൺ ചെയ്യുന്ന പെയിൻറ്റ്സ് സ്ക്രീൻ വളയാണെങ്കിൽ പെയിൻറ്റ്സ് സ്ക്രീൻ ബേൺ ചെയ്യണം. ഈ കുറച്ച് പെയിൻറ്റ്സ് സ്പ്രേ കൊണ്ട് ഒരു സ്ട്രോക്കെല്ലാം കൊടുത്ത് നമുക്ക് ഈ പെയിൻറ്റിങ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നമ്മുടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. ഇത് കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.